ഹലോ മക്കളെ, KEAM 2025 സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന മുന്നോടിയായിട്ട് +2 മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ +2 മക്കൾ സ്കോർ ചെയ്തിരിക്കുന്ന ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്തമാറ്റിക്സിൻ്റെ സ്കോർ എന്ത് ചെയ്യണം? നിങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. മക്കൾ കെമിസ്ട്രി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബയോടെക്നോളജി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ ഏതെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാം? മാർക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതായത് c.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് KEAM 2025 കാൻഡിഡേറ്റ് പോർട്ടൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. അവിടെ കാണുന്ന മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് പറയുന്ന ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോർഡ് ഏതുമായിക്കോട്ടെ, മക്കൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ഓർ CBSE അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇയർ കൂടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇത്രയും നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോർഡ്, അതത് ബോർഡ് ഏതുമായിക്കോട്ടെ, അത് ഓൾറെഡി ഓഫീസിൽ നിങ്ങളുടെ മാർക്സ് ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള മാർക്ക് ലിസ്റ്റുമായിട്ട് ഈ മാർക്സ് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം കറക്ഷൻസ് ചെയ്യുക. കറക്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. കറക്ഷൻസ് ഉണ്ടെങ്കിൽ മിസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് മാർക്ക് അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇനി ഇൻ കേസ് നിങ്ങളുടെ ബോർഡ് അവിടെ മാർക്ക് ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മാനുവലി എല്ലാ മാർക്സും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ 2 കേസ് മക്കൾ ശ്രദ്ധിച്ച് കാണും. അതായത് മാർക്സ് ഓൾറെഡി അവർ ബോർഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും, അതേപോലെ നിങ്ങളുടെ മാർക്സിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ മാർക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യഥാർത്ഥ +2 മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം? PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് മക്കൾ ശ്രദ്ധിക്കുക. സോ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണിയാണ്. ഈ സമയം വരെ കാത്തു നിൽക്കാതെ മക്കൾ എന്ത് ചെയ്യുക? ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സമയം എന്ത് ചെയ്യേണ്ട, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് മിനിറ്റിലേക്ക് നമുക്ക് സൈറ്റ് കിട്ടാത്ത ചാൻസ് വരാറുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്തതിന് ശേഷം മക്കൾ എന്ത് ചെയ്യുക? മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ത് ചെയ്യുക? അതൊരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മക്കൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. സോ മറക്കാതെ എല്ലാവരും എന്ത് ചെയ്യുക? ഇപ്പം തന്നെ +2 മാർക്ക് അപ്ലോഡ് ചെയ്യുക.